ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ റിസർച്ച് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്കറിയാം, റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലം. റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് സിസ്റ്റമാറ്റിക്കലി സയൻറ്റിഫിക്കലി ആൻസർ കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ റിസർച്ച് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ആക്ഷൻസ് ഓർ സ്റ്റെപ്സ് നെസസറി ടു ക്യാരി ഔട്ട് റിസർച്ച് എഫക്റ്റീവ്ലി. റിസർച്ച് എഫക്റ്റീവ്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ കടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം 13 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ 5 സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്കാണ് ഇന്ന് ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് 5th സ്റ്റെപ്പായിട്ടുള്ള ഡെവലപ്പിംഗ് ദ ഹൈപ്പോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പിലായിരുന്നു. എങ്ങനെ ഹൈപ്പോസിസ് സെറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്റ്റെപ്പാണ് നമ്മൾ ഈ 5th സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദെൻ 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് റിസർച്ച്. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ? റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റിസർച്ചിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള പ്ലാൻ. നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് ഹൗസിന് പ്ലാൻ വരയ്ക്കാറുണ്ട് അല്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ വരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന മുമ്പ് റിസർച്ചർ എന്ത് ചെയ്യണം, നമ്മളെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് മുന്നോട്ട് പോകുക. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും അല്ലേ. പേഴ്സൺസ് എടുത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഏത് ഡാറ്റയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ ഡാറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും, ഏത് മെത്തേഡിൽ കളക്ട് ചെയ്യും? ക്വസ്റ്റ്യനിയർ വേണോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണോ, അല്ലെങ്കിൽ ഫോൺ ഇൻ്റർവ്യൂ ആണോ, അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനിയർ ആണോ, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആണോ, ഏത് മെത്തേഡ് യൂസ് ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടത്. ഡാറ്റ നമ്മൾ എവിടുന്ന് കളക്ട് ചെയ്യും? സാമ്പിൾസ് ആണെങ്കിൽ എത്ര സാമ്പിൾ വേണം, സാമ്പിൾ സൈസ് എത്രയാണ്, സാമ്പിളിങ് ഏത് മെത്തേഡിൽ നമ്മൾ സാമ്പിൾസിനെ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യും, കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും, ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്യണം, ടെസ്റ്റിംഗ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കോറിലേഷൻ യൂസ് ചെയ്യണോ, ആ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് വേണം, ഒരു പ്രീ പ്ലാന് റിസർച്ചർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ റിസർച്ച് ഡിസൈനിൽ റിസർച്ചർ എന്ത് ചെയ്യേണ്ടത്, ആദ്യം കണ്ടുപിടിച്ച് വെക്കേണ്ടത്. സോ റിസർച്ചർ ബിഫോർ സ്റ്റാർട്ടിങ് ദ റിസർച്ച് വർക്ക്, ദ റിസർച്ചർ വിൽ ഹാവ് ടു സ്റ്റേറ്റ് ദ കൺസെപ്ച്വൽ സ്ട്രക്ചർ ഇൻ വിച്ച് ദ റിസർച്ച് ഷുഡ് ബി കണ്ടക്ടഡ്. എങ്ങനെ റിസർച്ച് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആർക്ക് വേണം, റിസർച്ചർക്ക് വേണം. അത് പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്ലാനാണ് ഇവിടെ റിസർച്ചർ ചെയ്യേണ്ടത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ റെഫേഴ്സ് ടു ഡിസൈഡിങ് അപ്പോൺ ദ വേസ് ആൻഡ് മീൻസ് ഓഫ് കളക്ടിങ് എവിഡൻസ്. എന്തൊക്കെ പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് വേസ് ആൻഡ് മീൻസ്, അതിനെക്കുറിച്ചുള്ള ഏതൊക്കെ രീതി നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അതിൽ പറയേണ്ടത്. എന്തൊക്കെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം? കളക്ടിങ് എവിഡൻസ്, എങ്ങനെയാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസ്, എന്ത് എവിഡൻസ് ബേസിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നോക്കണം, അതെങ്ങനെ കളക്ട് ചെയ്യും. ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ, സെലക്ഷൻ ഓഫ് ടെക്നിക് ടു ബി യൂസ്ഡ് ഇൻ ദ അനാലിസിസ്, ഏത് ടെക്നിക്ക് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, സെലക്ട് ചെയ്യും, ദെൻ അനലൈസ് ചെയ്യും. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡാറ്റ ഫോർ ഡ്രോയിങ് കൺക്ലൂഷൻസ് ഓഫ് ദ സ്റ്റഡി, ഏത് രീതി നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, കൺക്ലൂഷൻ നമ്മൾ ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പുകൾ, ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യം, ഇൻഫർമേഷൻ ഡാറ്റ ഏത് വേണം, എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക, കളക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പ്ലാനാണ് എന്ത്, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ ഈസ് എ സെറ്റ് ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ കളക്ടിങ് ആൻഡ് അനലൈസിങ് മെഷേഴ്സ് ഓഫ് ദ വേരിയബിൾസ് സ്പെസിഫൈഡ് ഇൻ ദ പ്രോബ്ലം റിസർച്ച്. നമ്മൾ റിസർച്ച് പ്രോബ്ലം നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറയുന്നുണ്ട് പ്രോബ്ലം സെലക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പ്രോബ്ലത്തിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വേരിയബിൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അത് ചെയ്യുക, അതിനെക്കുറിച്ച് പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് എന്തിന്, കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. എങ്ങനെ കളക്ട് ചെയ്യും, എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയറാണ് ഈ റിസർച്ച് ഡിസൈനിൽ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ടാവുക. ദെൻ നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ റിസർച്ചർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ പോയിന്റ്സ് ആണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ വേ ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ, ഏത് രീതിയിലാണ് നമ്മൾ ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഏത് വേയിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ദ സ്കിൽ പൊസസ്ഡ് ബൈ ദ റിസർച്ചർ, റിസർച്ചറുടെ സ്കിൽ എത്രയാണ് എന്നുള്ളത് നോക്കണം.
കാരണം അയാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഉറപ്പ് വേണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്യാണ്, നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ഇന്ത്യയിലെ വുമൻസിൻ്റെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അവർ സേവ് ചെയ്യുന്നുണ്ടോ, അവരെവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പഠിക്കുന്നെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ട നമ്മളെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം വുമൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇന്ത്യയിലെ മൊത്തം വുമൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പോയി കളക്ട് ചെയ്യണം. അപ്പം അതിനുള്ള സ്കില്ല് അല്ലെങ്കിൽ അതിനുള്ള ഐഡിയ റിസർച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത്രയും വലിയ പ്രൊജക്റ്റ് അല്ല, അത്രയും വലിയ റിസർച്ച് ഏരിയ എടുക്കരുത്. അപ്പോൾ സ്കില്ല് നോക്കേണ്ടതുണ്ട്. ദെൻ ദ ടൈം അവൈലബിൾ ഫോർ ദ റിസർച്ചിനുള്ള ടൈം അവൈലബിൾ എത്ര ഉണ്ട് നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ ഡിഗ്രിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററാണ് ചെയ്യാം അല്ലേ. നിങ്ങളെ കളക്ഷൻ പീരീഡ് 21 days ആണ്. അപ്പോൾ 21 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏരിയ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസർച്ചിന് എടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ കേരളത്തെ മൊത്തം എടുത്ത് പഠിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുന്നു, അത് കേരളമാണ്, കേരളത്തിൻ്റെ മൊത്തം സാമ്പിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു 3-4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് 3-4-5 വർഷങ്ങളുടെ ആവശ്യമാണ്. അപ്പം ടൈം നോക്കണം. ദെൻ ദ ഫിനാൻസ് അവൈലബിൾ ഫോർ ദ റിസർച്ച്, എത്ര എമൗണ്ട് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങൾ, എത്ര ചിലവ് വരും എന്നുള്ളത് നോക്കണം. സാധാരണ ഒരു പ്രൊജക്റ്റൊക്കെ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിലവുകൾ വരും അല്ലേ. ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി കളക്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഒരുപാട് പേരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും, ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, പിന്നെ അതിന് ഡോക്യുമെൻറ്റേഷനായിട്ടുള്ള അങ്ങനെ ഒരുപാട് ചിലവുകൾ ആവശ്യമാണ്. അപ്പോൾ ഫിനാൻസ് അവൈലബിൾ ആണോ, നിങ്ങളുടെ കയ്യിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വലിയ ചിലവ്, നിങ്ങൾ അധികം എക്സ്പെൻസ് കാണില്ല. അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കും നിങ്ങളെ പ്ലാനിങ് വേണ്ടത്. ഓക്കെ, അപ്പം ഫിനാൻസ് കൂടി നോക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ നോക്കുക. അതായത് ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യണം ഡാറ്റ, എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ദെൻ 7th സ്റ്റെപ്പ്, ഡിറ്റർമിനേഷൻ ഓഫ് ദ സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു റിസർച്ചർക്ക് ഒരിക്കലും പോപ്പുലേഷനെ മൊത്തം എടുത്തുകൊണ്ട് പഠിക്കാൻ സാധ്യമല്ല. അങ്ങനെ പോപ്പുലേഷൻ എല്ലാ എലമെൻസിനെയും കുറിച്ച് പഠിക്കുന്ന സ്റ്റഡി എന്ന് പറഞ്ഞ പേരാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സെൻസസ് എടുക്കാറുണ്ട്. അതെന്ത് ചെയ്യും, ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വലിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ സാധാരണ റിസർച്ചിൽ എന്ത് പോസിബിൾ അല്ല, ഈ എല്ലാ പോപ്പുലേഷൻ എലമെൻസ് എടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറച്ചു പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ നമ്പറിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞവരാണ് സാമ്പിളിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിലെ വുമൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഏകദേശം 1.5 crore ഉണ്ട് ടോട്ടൽ വുമൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലേ. 1.5 crores ഉണ്ട്. സോ ഒരിക്കലും നിങ്ങൾക്ക് ഈ 1.5 കോടി ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതിനൊരു 1000 പേരെ സെലക്ട് ചെയ്യും. അപ്പോൾ 1000 പേര് എന്താവരുത്, ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനായി പോരുത്, എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ഈ 1000 പേരെ സെലക്ട് ചെയ്യുക, അതിൽ കുറച്ച് പേര് എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വേണം, സ്പ്രെഡ് ചെയ്യണം അല്ലേ, ഒരു ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യും, ആ പ്രോസസ്സാണ് എന്ത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ സാമ്പിളിംഗ് മെത്തേഡ് റെഫേഴ്സ് ടു ദ റൂൾ ആൻഡ് പ്രൊസീജിയർ ബൈ വിച്ച് സം എലമെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. പോപ്പുലേഷനിലെ എലമെൻറ്റ്സിനെ സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്യിക്കാനുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയറാണ് എന്ത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Then some common sampling methods are simple random sampling ഉണ്ട്, stratified sampling ഉണ്ട്, cluster sampling ഉണ്ട്, systematic sampling ഉണ്ട്, quota sampling ഉണ്ട്, snowball sampling ഉണ്ട്, റാൻഡം നോ റാൻഡം ഉണ്ട്. അങ്ങനെ ഒരുപാട് സാമ്പിളിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്ററുകൾ പഠിക്കും. ജസ്റ്റ് ഈ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ്സ് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ഈ റിസർച്ച് മെത്തഡോളജി മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. കാരണം ഇതിലുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിയും ഇതിൻ്റെ അവസാനത്തേക്ക്. അപ്പം ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സാമ്പിൾ ഡിസൈൻ നമ്മൾ ഏത് സാമ്പിളിംഗ് മെത്തേഡ് വേണമെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ദെൻ ഇറ്റ് ഈസ് എൻ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് സെലക്ടിങ് ദ സ്യൂട്ടബിൾ സാമ്പിൾ. നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓർ എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് പാരാമീറ്റേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വോൾ പോപ്പുലേഷൻ. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും മൊത്തം പോപ്പുലേഷനും എടുത്ത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു പോർഷൻ
ദാറ്റ് കോൾഡ് സാമ്പിൾ എടുത്ത് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പോപ്പുലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ 1000 വുമൻസിനെ സെലക്ട് ചെയ്യുന്നു, ആ 1000 വുമൻസിൻ്റെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അവരുടെ ഡാറ്റ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ സാമ്പിളിൽ കണ്ടുപിടിച്ചിട്ടുള്ള പാരാമീറ്ററും അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കും. അതും പോപ്പുലേഷൻ ഈ 1.5 കോടി വരുന്ന നമ്മളെ പോപ്പുലേഷനും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1000 പേരിൽ കിട്ടിയ ഡാറ്റ വെച്ച് നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഈ പോപ്പുലേഷൻ്റെ ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ബയസ്ഡ് ആയി പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല കുറച്ച് ഒരു 1000 ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റില്ല, ഒരിക്കലും ഈ 1000 ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പോപ്പുലേഷനിലേക്ക് വരിക അല്ലെങ്കിൽ 1.5 കോടി ആൾക്കാരെ മൈൻഡിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, കളക്ടിങ് ദ ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മൾ സാമ്പിളിംഗ് മനസ്സിലാക്കി എത്ര സാമ്പിൾസ് വേണമെന്നൊക്കെ അതിൽ നമ്മൾ തീരുമാനിച്ച് പോകും. സാമ്പിളിങ് ഏത് മെത്തേഡിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് മനസ്സിലാക്കും. ദെൻ ഇനി ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡാറ്റ കളക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊസീജിയർ ഓഫ് കളക്ടിങ്, measuring and analyzing accurate insight for research using standard validated technique. റിസർച്ച് ചെയ്യാൻ, റിസർച്ചിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ഓഫ് കളക്ടിങ്, മെഷറിങ് ആൻഡ് അനലൈസിങ് അക്യുറേറ്റ് ഇൻസൈറ്റ്. ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന, മെഷർ ചെയ്യുന്ന പ്രൊസീജിയറാണ് എന്ത്, ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ കളക്ഷൻ ഈസ് എ മീൻസ് ഫോർ ഗാദറിങ് ഫാക്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡീറ്റെയിൽ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ആവശ്യമില്ല സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാക്ട്, ഡാറ്റ ഡിഫറെൻറ്റ് സോഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഡാറ്റ കളക്ഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ ടൈപ്സാണ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത്? 2 ടൈപ്പാണ് ഡാറ്റ ഉള്ളത്. ഫസ്റ്റ് വൺ, പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡാറ്റ വിച്ച് is called first hand data is directly collected from respondents. റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് പോയി ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ ആണ് നമ്മൾ പ്രൈമറി ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ലിറ്ററേച്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ചിലപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും +2-ലൊക്കെ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി റെസ്പോൺസ് എടുത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആണ് പ്രൈമറി. ഫോർ എക്സാമ്പിൾ, ക്വസ്റ്റ്യനിയർ വെച്ച് ചെയ്യുന്ന ഡാറ്റ കളക്ഷൻ. റെസ്പോൺസ് പോകുന്നു, അവരുടെ ക്വസ്റ്റ്യനിയർ കൊടുക്കുന്നു, അവർ ഫിൽ ചെയ്ത് തരുന്നു. ഡയറക്റ്റായിട്ട് നമ്മൾ റെസ്പോണ്ട് കാണുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അവിടെ വേറെ പേഴ്സൺസ് ഒന്നും വരുന്നില്ല. അതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സർവേ മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പല മെത്തേഡിലും നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. സർവേ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യാം, ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സെക്കൻഡറി ഡാറ്റ. എന്തായിരിക്കും? ഓൾറെഡി കളക്റ്റഡ് ഡാറ്റ ആയിരിക്കും സെക്കൻഡ് ഡാറ്റ. ഡാറ്റ വിച്ച് ആർ ഓൾറെഡി കളക്റ്റഡ്, ടാബുലേറ്റഡ് ആൻഡ് പ്രസൻറ്റഡ് ബൈ സം അതർ പേഴ്സൺ ഫോർ സം അതർ പർപ്പസ്. ആരോ ഒരാൾ അവരുടെ ഏതോ ആവശ്യത്തിന് വേണ്ടി കളക്ട് ചെയ്ത്, ടാബുലേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മളുടെ റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു സ്റ്റഡിയാണ്, അവരുടെ ഡാറ്റയാണ്. ആ ഡാറ്റ നമ്മളുടെ റിസർച്ചിന് യൂസ് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റ ആയി. അതുപോലെ സെക്കൻഡ് ഡാറ്റ നമുക്ക് പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും നമുക്ക്? ഇപ്പം ഫിനാൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടില്ലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഏജൻസികളിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പത്രത്തിൽ നിന്ന് എടുക്കുന്നതാവാം, ന്യൂസ് പേപ്പർ ജേണലിൽ നിന്ന് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക്കേഷൻസ് ആവാം. ഇതൊക്കെ സെക്കൻഡറി ഡാറ്റ. അതായത് മറ്റാരോ ചെയ്ത് ഓൾറെഡി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ ആവശ്യം എടുക്കുന്നതാണ് എന്ത്, സെക്കൻഡറി ഡാറ്റ എന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യം നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. എക്സിക്യൂഷൻ, നമ്മൾ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു, സാമ്പിളിങ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. So after the researcher has collected the data, the next step in the research process is execution of the project execute ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡ് അനുസരിച്ച്, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്സിനനുസരിച്ചിട്ട് നമ്മൾ റിസർച്ച് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിസർച്ച് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ റിസർച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് എക്സിക്യൂഷൻ. Execution of the research project involves both conducting and monitoring the proposed activities. നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, അതുപോലെ അത് മോണിറ്റർ ചെയ്യുക. as well as updating and revising the project plan according to emerging lessons and or conditions.
മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ പ്ലാനിലും മാറ്റം വരുത്തി കൊടുക്കുന്ന പ്രോസസ്സാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർച്ച് ഡിസൈനിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, ഇങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ടൈം സെറ്റിങ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു 5 കൊല്ലത്തേക്കാണെങ്കിൽ റിസർച്ചെങ്കിൽ നിങ്ങൾ ആദ്യം വിചാരിക്കും ഇത്ര വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ കളക്ട് ചെയ്ത് കഴിയണം, ഇത്രാമത്തെ സമയത്ത് ഇതൊക്കെ കിട്ടണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് എക്സിക്യൂഷൻ. ദെൻ 10th സ്റ്റെപ്പ്, അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ അനാലിസ് ചെയ്യുക. ഇറ്റ് ഈസ് എ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം ഈ അനാലിസിസിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ റിസൾട്ട് കൺക്ലൂഷൻസ് കണ്ടുപിടിക്കുന്നത്. സോ ഡാറ്റ അനാലിസിസ് സമറൈസസ് ദ കളക്റ്റഡ് ഡാറ്റ. നമ്മൾ കളക്ട് ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, സമറൈസ് ചെയ്യുക. നമ്മളിപ്പം 1000 ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേപ്പർ ആയിരിക്കും അല്ലേ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഓരോ അർത്ഥത്തിലും പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ സമറൈസ് ചെയ്യണം, അതിൽ ഒരു ടേബിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അത് കോഡ് ചെയ്ത് മാറ്റുക എന്നുള്ളൊക്കെ രീതിയിൽ മാറ്റാം. Then it involves the interpretation of data gathered through the use of analytical and logical reasoning to determine patterns, relationship or trends. നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ലോജിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. Then data analysis is the process of systematically applying statistical and or logical technique to describe and illustrate contents and recap and evaluate data. ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ട്രെൻഡ്സ്, അതിലുള്ള മേജർ പോയിൻറ്റ്സ്, റിലേഷൻഷിപ്പൊക്കെ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസിസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ക്യൂട്ടിയിലെ എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ ഡാറ്റ അനാലിസിസിലാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്യാം. ദെൻ അനാലിസിസ് ഓഫ് ദ ഡാറ്റ ഇൻക്ലൂഡ്സ് എഡിറ്റിംഗ്, കോഡിംഗ്, ടാബുലേഷൻ ആൻഡ് അനാലിസിസ്. എഡിറ്റിംഗ്, നമ്മൾ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ചിലത് കംപ്ലീറ്റ് ഇല്ലാത്ത ഡാറ്റ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെക്കണം. ദെൻ തെറ്റായിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ കോഡിംഗ്, നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫർമേഷൻസ്, ഇപ്പം ഒരാളുടെ ഏജ് 25 വയസ്സാണ് എന്ന് നമുക്ക് കിട്ടി, ആ 25 എന്നുള്ള ഇത് വെച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഏജിനെ കോഡാക്കി മാറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ജെൻഡർ 2 ഓപ്ഷൻസാണ് ഉണ്ടാവുക അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് 2 ഓപ്ഷൻസാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മളെ സാമ്പിൾ, ഇപ്പോൾ 1000 സാമ്പിൾ ആണെങ്കിൽ അതിൽ കുറച്ച് പേര് മെയിലായിരിക്കും, കുറച്ച് പേര് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ കുറേ മെയിൽ എന്നുള്ള ഡാറ്റ കിട്ടി, കുറേ ഫീമെയിൽ ഡാറ്റ കിട്ടി. ഇത് കിട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം കമ്പ്യൂട്ടറൈസ്ഡാണ് നമ്മൾ അനലൈസ് ഒക്കെ നടത്തുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്പറാക്കി കോഡാക്കി മാറ്റും. കോഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഫീമെയിൽ എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ 1 എന്ന് പറയുന്ന കോഡ് കൊടുക്കും, 1. മെയിൽ ആണെങ്കിൽ 2 എന്ന കോഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീമെയിൽ ആയിട്ടുള്ള ആളെ ക്വസ്റ്റ്യനർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജെൻഡർ അവിടെ ഫീമെയിൽ ആണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യും, മെയിൽ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യും. മെയിൽ എന്ന് കൊടുക്കില്ല, അതിന് പകരം നമ്മൾ കോഡാക്കി മാറ്റാണ്. അപ്പോൾ അങ്ങനെ കോഡിങ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ടാബുലേഷൻ, ഈ കിട്ടിയ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, സമറൈസ് ചെയ്തിട്ട് ടേബിളേറ്റ് ചെയ്യണം, കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ അനാലിസിസ്, നമ്മൾ പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാം. ഇതാണ് അനാലിസിസ് ഓഫ് ഡാറ്റയിൽ വരുന്നത്.